സത്യം ആണോ? ഹലോ ഗൈസ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല, എന്റെ യൂട്യൂബ് വീഡിയോയുടെ രണ്ടാമത്തെ വീഡിയോ. അഷ്ട നിന്റെ സെക്കൻഡ് ലോക്ക് എന്ത്? ഹലോ, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇത് ഉർലോവിന്റെ 4ാമത്തെ ദിവസമാണ്. അപ്പൊ ഈ 4ാമത്തെ ദിവസം ഞങ്ങളുടെ ട്രിപ്പ് എങ്ങോട്ടേക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊളോണിലേക്കായിരുന്നു. ഞങ്ങൾ കൊളോൺ പള്ളിയിൽ എത്തിയിട്ടുണ്ട്. കൊളോൺ പള്ളി കാണണം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട്, അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള. ആ ബ്രിഡ്ജും കൂടെ കാണണമെന്നാണ് വിചാരിക്കുന്നത്. വീഡിയോയിലേക്ക് കിടക്കാം. 1248 വർഷത്തിലാണ് ഈ കൊളോൺ കത്തീഡ്രൽ രൂപീകരിക്കാൻ തുടങ്ങിയത്. അതായത് 13-ാം നൂറ്റാണ്ടിൽ 3 ജ്ഞാനികളുടെ തിരുശേഷിപ്പ് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കത്തീഡ്രൽ രൂപീകരിക്കാൻ ആരംഭിച്ചത്. കൊളോൺ കത്തീഡ്രലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇപ്പോഴും പണി തീർന്നിട്ടില്ല, പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കൊളോൺ എന്ന് പറയുന്ന വലിയൊരു സിറ്റിന്റെ ഏറ്റവും വിനോദസഞ്ചാര കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഈ കത്തീഡ്രൽ. ഇതിനൊരു വലിയൊരു മിസ്റ്ററി കൂടെയുണ്ട്. കത്തീഡ്രലിന്റെ ശില്പിയും പിശാചും തമ്മിലുള്ള ഒരു ഉടമ്പടി ഉണ്ടായിരുന്നു. അതായത് പിശാച് പറഞ്ഞു, ഈ കത്തീഡ്രൽ 3 കൊല്ലത്തിനുള്ളിൽ പണി തീരുകയാണെങ്കിൽ ശില്പിയുടെ ആത്മാവും ശില്പിയുടെ ഭാര്യയുടെ ആത്മാവും അതുപോലെ തന്നെ മകളുടെ ആത്മാവും പിശാച് എടുക്കും എന്ന് പറഞ്ഞിട്ടൊരു കരാർ, ഒരു ഉടമ്പടി പറഞ്ഞു. അപ്പോൾ ആണെങ്കിൽ ഇതറിയുന്ന ഭാര്യ എന്ത് ചെയ്തു, 3ാമത്തെ കൊല്ലവും പണി തീരാൻ പോവുകയായിരുന്നു. പക്ഷെ തീരുന്ന അന്ന് എന്ത് ചെയ്തു, കോഴി നേരത്തെ കൂകി. ലാസ്റ്റ് കല്ല് വെക്കണതിന് മുന്നേ കോഴി കൂകണ പോലെ ഭാര്യ സൗണ്ട് ഉണ്ടാക്കി. അപ്പം 3 വർഷം ആവുന്നതിന് മുന്നേ പണി കഴിഞ്ഞിട്ടില്ലല്ലോ, ആയി കഴിഞ്ഞിട്ട് പണി പൂർത്തിയാവുന്ന രീതിയായി. അപ്പോൾ പിശാച് തോറ്റുപോയി. അപ്പോൾ പിശാച് അന്ന് പ്രാഗമായിരുന്നു ചെയ്തത്. അതായത് ഇനി ഇവിടെ ഒരു കത്തീഡ്രൽ പൂർണ്ണമായി രൂപീകരിക്കാൻ ആർക്കും തന്നെ സാധിക്കില്ല. അങ്ങനെ വെക്കുകയാണെങ്കിൽ തന്നെ അന്നത്തോടെ ഈ ലോകം അവസാനിക്കും. അതുകൊണ്ട് തന്നെ ആർക്കും തന്നെ ലാസ്റ്റത്തെ കല്ല് വെക്കാൻ ധൈര്യം ഉണ്ടായിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഇതിനകത്ത് കുറേ തെറ്റുണ്ട്, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. അറിയുന്നവർ കറക്റ്റായിട്ടുള്ള ഐതിഹ്യം കമൻറ്റ് ബോക്സിൽ പറയണേ. വീഡിയോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ടൂറിസ്റ്റ് ആൾക്കാർ ഇവിടെ വരുന്നതാണ്. അപ്പോൾ അതിലൊരാളാണ് നമ്മളോട് ഫോട്ടോ എടുത്തു തരുമോ എന്ന് ചോദിച്ചിട്ട് ഞാൻ ആ ഫോട്ടോ എടുത്തു കൊടുക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഞാൻ യൂട്യൂബിൽ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് എൻ്റെ 2ാമത്തെ വീഡിയോ കൊളോൺ പള്ളിയിൽ വെച്ചിട്ടായിരുന്നു. പക്ഷെ അന്ന് ഞാൻ ആ വീഡിയോ ചളവാക്കി, മ്യൂസിക് ഒക്കെ ആഡ് ചെയ്തു, അലമ്പായി തുടങ്ങും. അന്ന് നമുക്ക് യൂട്യൂബ് വീഡിയോ എടുക്കുന്നതിനെ പറ്റി വലിയ ധാരണ ഒന്നുമില്ലല്ലോ. ഇപ്പോഴും വലിയ ധാരണ ഒന്നുമില്ല. പക്ഷെ ഇന്ന് ഞാനത് നല്ല വൃത്തിയിലാക്കാന്നും കരുതി വന്നതാണ്. ഇന്ന് ഞങ്ങളെ അകത്ത് കയറ്റി വിടുകയല്ല വിടുന്നില്ല. കൊളോൺ പള്ളി ഫുള്ള് റൗണ്ട് കിട്ടുക. വീഡിയോ എടുക്കാതെ അവിടെ മുട്ടി നേരായിരിക്കും. ആഷ്ന പള്ളി ഫുള്ള് റൗണ്ട് അടിച്ച് കാണിച്ചോ? ആ സൈഡ് എത്രയുണ്ട് സ്ഥലം? ലോകത്തിലെ 3ാമത്തെ വലിയ പള്ളിയാന്ന് അറിയാം. എടാ, നമുക്ക് എന്തെങ്കിലും കഴിച്ചാലോ? എന്നിട്ട് ഗൈസ്, ഞങ്ങള് പള്ളിയിൽ പോയി കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇപ്പൊ വിശന്നു. സോ വി ആർ പ്ലാനിങ് ടു ഈറ്റ് സംതിങ്.
ഞങ്ങളിപ്പോൾ എന്തെങ്കിലും കഴിക്കാലോ വിചാരിക്കാണ്. കഴിക്കാനായിട്ട് എവിടെ പോകും എന്നറിയത്തില്ല. മിക്കവാറും ഡോണറായിരിക്കും കഴിക്കുക. ഇവിടെ വന്നിട്ട് ദേശീയ ഭക്ഷണമായി മാറിയിരിക്കുകയാണ് ഡോണർ. അതെ, അപ്പൊ അങ്ങനെയൊക്കെയാണ്. ഇവിടെ സമയം 7 മണിയൊക്കെ കഴിഞ്ഞു. വെട്ടമൊന്നും പോയിട്ടില്ല. വെട്ടം എന്താ പോവാത്തെ? വെട്ടം പോയായിരുന്നു വീട്ടിലേക്ക് പോവായിരുന്നു. രാത്രിയായി എന്ന് പറഞ്ഞ് അടിയാക്കാമായിരുന്നു. ഗൈസ്, ഇതാണ് കൊളോൺ ചുറ്റിക്കുന്നത് ഗൈസ്. ഇന്ന് അഞ്ജിത സ്പെയിനിലേക്ക് പോയി. ഇനി അബൈ നാളെ കഴിഞ്ഞ് പോകും. പിന്നെ ഞങ്ങൾ തന്നെയാണ്. തന്നെയല്ല, ഞങ്ങൾ ഇത്ര നേരം ഉണ്ടാവും. ഞാൻ ഈ പറയുന്നതൊക്കെ റെക്കോർഡാവുന്നുണ്ടോ എന്ന് ദൈവത്തിനറിയാം. ഇവരിങ്ങനെ സ്പൂണിലാക്കി, സ്പൂണൊക്കെ ഇങ്ങനെ കവറിലാക്കി ഒരു വെറൈറ്റി കൊള്ളാം. ഞങ്ങളൊരു ഡോണർ ടെന്നറും പിന്നെ ഒരു വലിയ പിസ്സയും ആണ് വാങ്ങിയത്. ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും രാത്രി. ഗൈസ്, ഞങ്ങൾ ഇനി പോകാൻ പോകുന്നത് ലവ് ലോക്ക് ബ്രിഡ്ജിലേക്കാണ്. അപ്പം അങ്ങോട്ടേക്കുള്ള വഴിയാണ് ഈ പോണത്. നോക്ക് ഗൈസ്, എന്ത് ഭംഗിയായി രാത്രി കാണാൻ വേണ്ടിയിട്ട്. ഇന്നാണെ ഫുൾ മൂണുമാണ്. മ്യൂസിയം ലുഡ്രിക്. എന്ത് രസമാണ് കാണാൻ രാത്രി കൊളോൺ കാണാൻ നല്ല ഭംഗിയാണ്. നിങ്ങൾ വേഗം ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചിങ്ങോട്ട് വരൂ ഗൈസ്. ഞങ്ങളിത് ഏതാനും നിമിഷങ്ങൾക്കകം ആ ബ്രിഡ്ജിൽ എത്തുന്നതായിരിക്കും. വണ്ടർഫുൾ. അപശകുനായിട്ട് വീഡിയോയുടെ ഫ്രണ്ട് നിൽക്കാനും അറിയാം. എന്ത് ഭംഗിയാ കാണാൻ. ക്യാമറയിൽ കാണാൻ ഇത്രയും ഭംഗിയില്ലാന്ന് തോന്നുന്നു. സൂപ്പർ അല്ലേ? ഇവിടെ ഒരു കുതിരക്കാരനുണ്ട് ഗായ്സ്. ഇവിടെയൊക്കെ ഈ സൈഡിലൊക്കെ ആയിട്ട് ലോക്കുണ്ട് കേട്ടോ. മിക്കവാറും ആ ലോക്കൊക്കെ ഫില്ലായതുകൊണ്ട് ഇങ്ങനെ നിറച്ചിട്ടേക്കുന്ന കണ്ടോ. കാണുന്നത് ഫുള്ള് ലോക്കാണ്. ലോക്ക് കണ്ടോ. ഇതിടയ്ക്കൊരു ട്രെയിൻ പോവാണ്. നല്ലൊരു വ്യൂ ആണ്. ഒന്നും പറയാനില്ല, നല്ല രസമുണ്ട് കാണാനായിട്ട്. എത്രയോ കോടി ജനങ്ങള് ഇതിലൂടെ വന്ന് ഇവിടെ ഇങ്ങനെ ലോക്ക് ചെയ്തിട്ട് പോകുന്നു. ഇതിലൊക്കെ വിശ്വാസം കറക്റ്റായിട്ട് എന്താണ് ദൈവത്തെ അറിയാം. കണ്ടോ, ഓരോരുത്തര് പേരെഴുതി ഇങ്ങനെ ഇടും. ഷാൻ മാർഷ. പിന്നെ ബ്രേക്കപ്പ് ആയവരുണ്ടാവും.
നല്ല പിടിയാണ് കമ്മിറ്റഡാ. ജോഫിന നിന്റെ പൂട്ട് എവിടെ ഇതിനകത്ത്? റൈൻ നദിയുടെ മുകളിലാണ് ഈ പാലം ഉള്ളത് കേട്ടോ. ഒന്നും പറയല്ല, എന്തോ ഒരു ഇമോഷൻ. കാരണം എന്ന് വെച്ചാൽ എത്രയോ ആൾക്കാര് എന്റെ അടുത്ത് തട്ട് കൊടുത്താണ്. എന്നാ പിടിച്ച് ജയിലിലിട്ടേ വരും. ഈ സ്ഥലത്തിന്റെ പേരെന്തായിരുന്നടാ? സ്ഥലത്തിന്റെ പേര് എന്തോ അല്ല എന്തോ ഒരു നീ അതിന്റെ പേര് കണ്ടുപിടിയേ. ആൾക്കാർ വരും. എല്ലാത്തിന്റെ ലോക്കിനകത്തുള്ള പേര് വായിക്കാൻ പോകണോ? അല്ല, ഇതിങ്ങനെ കാണിച്ചു കാണുന്നുണ്ടോ? ഓക്കെ, അതായത് ഇത് കൊളോൺ പള്ളിക്കടുത്ത് ഒരു 100-200 മീറ്റർ എങ്ങാണ്ട് ദൂരമുള്ളൂ. ഹലോ ഗൈസ്, കൊളോൺ സ്ഥിതി ചെയ്യുന്ന ഹ്യോഹൻ സൊള്ളൻ എന്ന് പറയുന്ന ബ്രിഡ്ജിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. കൊളോൺ പള്ളിയിൽ നിന്ന് ഒരു 100-150 മീറ്റർ എങ്ങാണ്ടോ ദൂരേ ഉള്ളൂ ഇങ്ങോട്ടേക്ക്. 30 മീറ്റർ ഉള്ളൂ. ഓക്കെ, 300 മീറ്റർ ദൂരത്തിലാണ്. അതായത് ഈ ബ്രിഡ്ജിൽ വന്നിട്ട് ആൾക്കാരിങ്ങനെ അവരവരുടെ പേരോ അങ്ങനെ എന്തെങ്കിലും അവർ വന്നിട്ട് ഇങ്ങനെ ലോക്ക് ചെയ്തിടും. അത് അവരുടെ ഒരു വിശ്വാസമായിട്ട് ഇവരിങ്ങനെ കീപ്പ് ചെയ്ത് പോവാണ്. അവരുടെ ബന്ധത്തിന്റെ ഒരു കാഠിന്യം കൂട്ടാനും ലൈഫ് ലോങ് ഒന്നിച്ചുണ്ടാവും എന്നുള്ളൊരു പ്രോമിസ് പോലെയാണ് ഇത്. ഇത് എത്രയോ കൊല്ലം മുന്നുള്ള കാര്യമാണ്. ഇതുണ്ടോ, ഇതൊക്കെ പഴക്കമേറിയതാണ്. പക്ഷെ ഇത് പുതിയതാണ്. ഇതിനകത്ത് ഒരുപാട് പേര് മരിച്ചവരുടെ ഉണ്ടാവും, ബ്രേക്കപ്പ് ആയവരുടെ ഉണ്ടാവും. എന്തായാലും ഒരു ഇമോഷൻ സംഭവം അല്ലേ? ബ്രേക്കപ്പ് ആയവരുടെ ഉണ്ടാവില്ല, ഇത് കഴിഞ്ഞായിട്ട് ബ്രേക്കപ്പ് ആയവരുണ്ടാവില്ലേ? സ്വാഭാവികം. എന്തെങ്കിലും ഒരിക്കലായിരുന്നു. പക്ഷെ അതൊരു ഇമോഷൻ ശരിക്കും പറഞ്ഞാൽ കണക്ഷൻ. ഏതെങ്കിലും ഗേൾ ഫ്രണ്ടോ ബോയ് ഫ്രണ്ടോ നമ്മളെ പറ്റിക്കുവാണെന്നൊക്കെ അറിയാൻ ഇവിടെ വന്ന് നോക്കിയാൽ മതി. അവരുടെ പേരിവിടെ ഉണ്ടെങ്കിലും കോടിക്കണക്കിന് ആൾക്കാർ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ? ഇതിപ്പിതുണ്ട്, ഇത് ഫ്രഷ് ആയിട്ട് കൊണ്ടുപോയിട്ടാ. അശ്ന നിന്റെ ഏതാ? ഇത് നടക്കത്തില്ല. ഇത് വേറെ ഒരാളുടെ ലോക്കിനകത്ത് ഇട്ടിരിക്കുന്നേ. അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക്. അശ്ന നിന്റെ സെക്കൻഡ് ലോക്ക് എന്ത്? എനിക്ക് ലോക്കില്ല. ഓക്കെ, അവര് ലോക്ക് ചെയ്യാൻ അവള് അത് കേട്ടില്ല. അത് ഞാൻ എന്തായാലും കണ്ടേ. അശ്നയുടെ ചെക്കൻ്റെ ലോക്ക് ഇവിടെ എവിടെയോ ഉണ്ട്. പക്ഷെ എവിടെയാ അശ്നയുടെ ബോയ് ഫ്രണ്ടിന്റെ ലോക്ക് ഇവിടെ എവിടെയോ ഉണ്ട്. പക്ഷെ അത് കണ്ടുപിടിക്കാൻ പറ്റില്ല. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഇവിടെ ഇട്ടതാന്നാ പറയുന്നത്. ചെക്കൻ ഞാൻ സിംഗിൾ ആട്ടോ. ഞാൻ കട്ട് ചെയ്യും. ഗൈസ് കണ്ടോ, അശ്നയുടെ ബോയ് ഫ്രണ്ടുമായിട്ട് ഇട്ട ലോക്കറ്റിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കുകയാണ്. ഇന്ന് ബോയ് ഫ്രണ്ടിന് വരാൻ പറ്റിയില്ല. അതുകൊണ്ട് ഒറ്റയ്ക്കാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. ലവ് ചിഹ്നം പിടിച്ചേക്ക്.
ഇങ്ങനെ രണ്ട് കൈ കൊണ്ട് ആ വേണ്ട എടി ഇങ്ങനെ പിടി അത് തന്നെ അത് തന്നെ കണ്ടോ ഐ മിസ് യു മൈ ബോയ് ഫ്രണ്ട് എന്നാണ് ഈ ചിഹ്നത്തിന്റെ ഉദ്ദേശം. എവിടെ ഗായ്സ്, ഹലോ കൂട്ടുകാരെ, ഹലോ ഫ്രണ്ട്സ്. അങ്ങനെ ഞങ്ങൾ കൊളോൺ പള്ളി കണ്ടു, ബ്രിഡ്ജ് കണ്ടു. ഇന്നത്തെ ടാർഗറ്റ് 2 സ്ഥലങ്ങളായിരുന്നു. അത് കഴിഞ്ഞു സക്സസ്ഫുള്ളി ഉള്ളോവിന്റെ 4th ഡേ കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്ത ദിവസം വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ഗൈസ്. Bitte achten Sie beim Verlassen des Zuges darauf, Ihre persönlichen Gegenstände mitzunehmen. Bye. Bye.